വിൻസൺ ചർച്ചിൽ, ദി വാർ ടൈം പ്രൈം മിനിസ്റ്റർ. ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല ചർച്ചിൽ. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ പേരാണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു യുദ്ധം നടക്കുന്ന സമയത്ത്, അതായത് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണയുള്ള വ്യക്തിയാണ്. ലെറ്റ്സ് മൂവ് ഫർദർ. വാർ ടൈം ലീഡർ. വിൻസൺ ചർച്ചിൽ was Britain's prime minister for most of World War II. He was famous for his speeches and for his refusal to give in even when things were going badly. For a time, he was the most famous person in Britain. People all over the world know name Winston Churchill. വിൻസൺ ചർച്ചിൽ എന്ന് പറയുന്നത് വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ്. യുദ്ധത്തിൽ തോൽവി സമ്മതിക്കാനോ വിട്ടു നൽകാനോ ഒരിക്കലും തയ്യാറാവാത്ത വ്യക്തിയാണ് അദ്ദേഹം. അതായത് യുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടന്റെ കണ്ടീഷൻ ബാഡ് ടു വേഴ്സ് എന്നൊരു അവസ്ഥയിലാവുന്ന സമയത്ത് പോലും ഹി ഈസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. His speeches were very famous, and for a time he was the most famous person in Britain. Where did he live? Churchill was born in 1874. He lived through 2 world wars. He saw the first cars, the first planes, and the first astronauts in space. He was at the crowning of Elizabeth II as Queen in 1953. He was an MP for over 60 years. Winston Churchill died in 1965. Churchill was born in 1874. He lived through 2 world wars. അല്ലേ, 2 ലോക മഹായുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പീരീഡിലാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു സമയത്താണ് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും നടക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടന്റെ. ആദ്യമായിട്ട് കാർ ഉണ്ടാവുന്നതും പ്ലെയിൻ ഉണ്ടാക്കുന്നതും അസ്ട്രോനോട്ട്സ്, സ്പേസ് അസ്ട്രോനോട്ട്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ടൈമിലാണ് ഉണ്ടായിട്ടുള്ളത്. ഹി വാസ് മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺ. He was an MP for over 60 years. Where was Churchill born? Winston was born on 13 November 1874 in Blenheim Palace near Oxford. Blenheim is a great house built in the 1700s for John Churchill. He was Duke of Marlborough and a famous soldier. He was Winston's ancestor. Winston's mother was visiting Blenheim when her baby was born. Brother Jack. The baby was named Winston Spencer Churchill. His mother was Jenny Jerome, an American. His father was Lord Randolph Churchill, an important person in the government at the time. Winston had a younger brother Jack. A nurse looked after the boys. Their mother and father were often busy and away from home. ഈ 2 കുട്ടികളെയും ജാക്കിനെയും ചർച്ചിലിനെയും നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു നേഴ്സ് ആയിരുന്നു. കാരണം അവരുടെ മാതാപിതാക്കൾ എപ്പോഴും ബിസി ആയിരുന്നു, അല്ലേ? നമ്മൾ പറഞ്ഞു അച്ഛൻ എന്ന് പറയുന്നത് ഹി വാസ് എ പേഴ്സൺ ഇൻ ദി ഗവൺമെന്റ് ആൻഡ് ഓൾസോ their mother is also busy with their job career. Schooling. At 7, Winston was sent away to school. He hated it. He was beaten by his teacher and never got enough to eat. 7ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്കൂളിൽ പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന് സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും മടുപ്പുള്ളതായിരുന്നു. അതിന് ആവശ്യത്തിന് ഭക്ഷണമൊന്നും കഴിക്കാൻ ലഭിക്കുമായിരുന്നില്ല. ടീച്ചേഴ്സിന്റെ കയ്യിൽ എപ്പോഴും അടിയും വാങ്ങുമായിരുന്നു. ഹി ലൈക്ഡ് ഹിസ് നെക്സ്റ്റ് സ്കൂൾ. അതിനുശേഷമുള്ള സ്കൂൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ബൈ ദി സീ. ഒരു കടലിന് ചേർന്നിട്ടായിരുന്നു സ്കൂളിലുണ്ടായിരുന്നത്. ഹി ലേൺ ടു സ്വിം ആൻഡ് റൈഡ് ഹോഴ്സസ്. അവിടെ വെച്ച് അദ്ദേഹം നീന്താനും അതുപോലെ കുതിര ഓടിക്കാനും പഠിച്ചു. Joining the army. In 1893, Winston went to the Army College at Sandhurst.
He wanted to be a soldier in the cavalry. അദ്ദേഹത്തിന് cavalryയിൽ ഒരു സോൾജിയർ ആവണമായിരുന്നു. 1893 സാൻഹേഴ്സിലുള്ള ആർമി കോളേജിൽ അദ്ദേഹം ചേർന്നു. 1895 was a sad year. His father died, so did his nurse. Vincent went to America and Cuba. He started writing for newspapers about his adventures. അദ്ദേഹത്തിന്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ന്യൂസ്പേപ്പേഴ്സിൽ എഴുതാൻ തുടങ്ങി. Army adventures. In 1896, Churchill was sent to India, which was then part of British Empire. Vincent knew many important people. He asked the Prime Minister to help him fight in a war in the Sudan in Africa. In 1898, he rode with the cavalry at the Battle of Omdurman. South Africa. Next, he went as a newspaper reporter to South Africa. There, British Army was fighting the Boers. Vincent was captured by the Boers but escaped. He climbed out of a window, then hid on a train. He came home a hero. In 1900, he was elected as an MP. In 1908, Vincent married Clementine Hozier. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, ആഫ്രിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഹി വാസ് ഫൈറ്റിംഗ് വിത്ത് ബോർസ്. അങ്ങനെ ബോർസിന്റെ കയ്യിൽ അകപ്പെടുകയും അവിടുന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് തിരിച്ചു വരികയും 1900 MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1908 അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നത്. റണ്ണിംഗ് ദി നേവി. സൂൺ വിൻസെന്റ് വാസ് ഇൻ ദി ഗവൺമെന്റ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഗവൺമെന്റിനും സ്ഥാനം ലഭിച്ചു. ബൈ 1910 he was home secretary. In 1911 he took charge of the Royal Navy. At this time, Britain had the world's biggest navy. War. In 1914, World War I began. Churchill wanted the navy to win battles. But in 1915, his plan for an attack on Turkey went badly wrong. Many British, Australian and New Zealand soldiers died. Churchill resigned. He went to fight in France as a soldier. അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുകയും സോൾജിയറായിട്ട് പോവുകയും ചെയ്തു. By 1917, he was back in the government. 1917 ഗവൺമെന്റിലേക്ക് തിരിച്ചു വന്നു. He was in charge of new weapons. He was excited by the new tanks. Tanks helped win the war by 1918. അങ്ങനെ ടാങ്ക്സും അതുപോലെ പുതിയ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ 1918 ഇവര് യുദ്ധം ജയിച്ചു. The 1920s for Churchill. In the 1920s, Churchill bought Chartwell, a house in Kent. He and his wife had 5 children. He wrote books to earn extra money. Money earn ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതി. 1924 he was made Chancellor of the Exchequer. He was in charge of the country's money and taxes. He was not a success. He left his job in 1929. അദ്ദേഹത്തിന് ചാൻസലർ ഓഫ് എക്സ്ചക്കർ ആയിട്ട് മാറി. അദ്ദേഹത്തിന് പ്രധാനമായ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഇൻചാർജ് ഓഫ് ദി കൺട്രീസ് മണി ആൻഡ് ടാക്സ് ആയിരുന്നു. ബട്ട് he was not good in this job and he left the job in 1929. The 1930s and Hitler. In the 1930s, Churchill said Britain must get ready for a new war. 1930 ചർച്ചിൽ എന്ത് പറഞ്ഞു? ബ്രിട്ടൻ ഒരു പുതിയ യുദ്ധത്തിന് വേണ്ടി റെഡിയാകേണ്ടിയിരിക്കുന്നു. ജർമ്മനീസ് ലീഡർ അഡോൾഫ് ഹിറ്റ്ലർ വാസ് എ ഡേഞ്ചർ ടു പീസ്. സമാധാനത്തിന്റെ ഒരു വെല്ലുവിളിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ആര്? ജർമ്മനിയുടെ ലീഡർ. But he was not in the government, so people took little notice of his warnings. ആ സമയത്ത് അദ്ദേഹം ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പീപ്പിൾസ് അത്ര പ്രാധാന്യം ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വാർ അഗെയിൻ. In 1939, Germany attacked Poland. Britain and France went to war with Germany. World War II began. 1939 പോളണ്ടിനെ ജർമ്മനി ആക്രമിക്കുകയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു. Churchill was put in charge of the navy again. അദ്ദേഹം വീണ്ടും നേവിയുടെ ഇൻചാർജ് ആയി വരികയും but the war went badly. യുദ്ധം ഒരു ദയനീയ അവസ്ഥയിലേക്കാണ് മാറിയത്. By 1940, France was beaten. Britain faced invasion. ഫ്രാൻസും ബ്രിട്ടനും ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു.
ആക്രമണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു. ബ്രിട്ടൻ നീഡഡ് എ ന്യൂ ലീഡർ. ബ്രിട്ടൻ അങ്ങനെ പുതിയൊരു ലീഡറിനെ ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് മെയ് 1940 വിൻസൺ ചർച്ചിൽ ബിക്കേം പ്രൈം മിനിസ്റ്റർ. വിൻസൺ ചർച്ചിൽ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. Britain at war. Britain still had friends. The British Empire sent help. People from the Caribbean, Africa, India, Canada, Australia and New Zealand left home to fight alongside Britain. ബ്രിട്ടന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന കാരീബിയൻ, ആഫ്രിക്ക, ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ കോളനീസിൽ നിന്നും ഒരുപാട് ആൾക്കാർ ബ്രിട്ടന്റെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. Churchill used radio to tell the world Britain was not beaten. അദ്ദേഹം റേഡിയോ ഉപയോഗിക്കാൻ തുടങ്ങി. റേഡിയോയിൽ കൂടി മാക്സിമം ആൾക്കാർ അദ്ദേഹത്തിന്റെ സ്പീച്ചസിലൂടെ മാക്സിമം സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ കൊണ്ടുവരാൻ തുടങ്ങി. നാഷണൽ കോൺഷ്യസ്നെസ് ഓരോ വ്യക്തികളുടെ ഉള്ളിലും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ സ്പീച്ചസ് എന്ന് പറയുന്നത് അത്രയും കണ്ണിങ് ആയിരുന്നു, അത്രയും ജനങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പീച്ചസ് ആയിരുന്നു. ഹിസ് സ്പീച്ചസ് ഹെൽപ്ഡ് കീപ്പ് അപ്പ് പീപ്പിൾസ് സ്പിരിറ്റ്സ്. വി ഷാൾ നെവർ സറണ്ടർ, ഹി ടോൾഡ് പാർലമെന്റ്. പാർലമെന്റിനോട് അദ്ദേഹം എന്താ പറഞ്ഞത്? വി ഷാൾ നെവർ സറണ്ടർ. സ്പിരിറ്റ് കീപ്പിംഗ്. Churchill led Britain through the Battle of Britain and Blitz. He walked through towns damaged by bombs. He met pilots, sailors and soldiers. He visited factories. Everywhere he went, gave the V for victory sign. V for victory. The Big Three. From 1941, America was in the war. 1941 മുതൽ അമേരിക്കയും വാറിന്റെ ഒരു ഭാഗമായി തുടങ്ങി. So was Russia. Britain, America and Russia were now allies. അങ്ങനെ ബ്രിട്ടനും റഷ്യയും അമേരിക്കയും ഒരു വിഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് മാറി, ഒരു അലീസ് ആയിട്ട് മാറി. Churchill became a friend of America's President Roosevelt. ചർച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് റൂസ്വെൽറ്റിന്റെ ഫ്രണ്ടായി. He met Russia's leader Joseph Stalin. അങ്ങനെ ജോസഫ് സ്റ്റാലിനും റൂസ്വെൽറ്റും ചർച്ചിലും കൂടി ഒരു അലീസ് ആയിട്ട് മാറി. The three leaders were called the Big Three. ഈ മൂന്ന് ലീഡേഴ്സ് എന്താണെന്നറിയപ്പെടുന്നത് the Big Three in the history. The war ends. On D-Day, 6th June 1944, the Allies landed armies in France. Churchill wanted to go too, but had to wait until it was safer. The war in Europe ended in May 1945. 1945 മെയ്യിലാണ് യുദ്ധം അവസാനിക്കുന്നത്. Crowds cheered Churchill. He stood with the king and queen. Britain had an election. The Conservative Party lost. The Labour Party win. Churchill gave up being പ്രൈം മിനിസ്റ്റർ. ചർച്ചിൽ എന്ന് പറഞ്ഞത് കൺസർവേറ്റീവ് പാർട്ടിയുടെ മെമ്പർ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രൈം മിനിസ്റ്റർ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി. ബൈ ഓഗസ്റ്റ് 1945 വേൾഡ് വാർ സെക്കൻഡ് വാസ് ഓവർ. സർ വിൻസ്റ്റൺ. In 1953, Elizabeth II was crowned queen. Churchill became Sir Winston Churchill. ചർച്ചിലിനുള്ള അദ്ദേഹത്തിന് സർ പദവി ലഭിച്ചു. സർ വിൻസ്റ്റൺ ചർച്ചിൽ എന്നായി അദ്ദേഹത്തിന്റെ പേര്. He was given the Nobel Prize for Literature for his history books. In 1955, he gave up being Prime Minister, but he was an MP until 1964. Though old and often not well, he still enjoyed painting pictures. Churchill dies. Churchill died on 24th January 1965. Many world leaders came to his state funeral. Crowds lined in streets. Many famous British people are buried in Westminster Abbey on St. Paul's Cathedral, but Churchill's grave is in the country churchyard near Oxford. This is all about Winston Churchill.